നമസ്കാരം. ലോക ഭൂപടത്തിൽ വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലിടുക്ക്. എന്നാൽ അതിലൂടെയാണ് ലോക സമ്പദ് വ്യവസ്ഥയുടെ നാഡീസ്പന്ദനം നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഉയരുന്ന ഓരോ സ്ഫോടന ശബ്ദവും പശ്ചിമേഷ്യയുടെ ആകാശത്ത് മാത്രമല്ല മുഴങ്ങുന്നത്. അത് എണ്ണവിലയിലും ഓഹരി വിപണികളിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും പ്രതിധ്വനിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക വീണ്ടും ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിച്ചു എന്ന വാർത്ത ലോകത്തെ വീണ്ടും യുദ്ധത്തിന്റെ അരികിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാനിലെ സൈനിക ശേഷികളെ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ വ്യോമാക്രമണം നടത്തിയതെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോൺ വിന്യാസ കേന്ദ്രങ്ങൾ, തീരദേശ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തുടർച്ചയായ 2ാം ദിനവും കനത്ത പ്രത്യാക്രമണവുമായി US രംഗത്ത് വന്നു. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡാണ് പ്രസ്താവനയിൽ അറിയിച്ചത്. വാണിജ്യ കപ്പലുകളെയും നിരപരാധികളായ സാധാരണ നാവികരെയും ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് കൂടുതൽ ദുർബലപ്പെടുത്തുന്നതിനായി ജൂലൈ 8-ന് ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ തീരപ്രദേശത്തുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരനിരീക്ഷണ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, നാവികശേഷി, സൈനിക ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഉൾപ്പെടെ ഏകദേശം 90 ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ US സൈന്യം ആക്രമണം നടത്തി. തലേ ദിവസം രാത്രി നടന്ന വിജയകരമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ. US സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കമാൻഡർ ഇൻ ചീഫ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ US സൈന്യം ജാഗ്രതയോടെ സജ്ജമായി നിലകൊള്ളുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഇറാൻ ഒന്നടിച്ചാൽ 20 ഇരട്ടിയായി തിരിച്ചടിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ചു. ഇറാനെതിരെ സൈനികമായ വിജയം നേടിയതായി ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. US സേന ടെഹ്റാന് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയതോടെ ഇറാനിയൻ നേതൃത്വം ഒരു കരാറിനായി തങ്ങളെ സമീപിച്ചതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഒരു സൈനിക നടപടിക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ഇടക്കാല വെടിനിർത്തൽ കരാർ ഇനി നിലവിലില്ല എന്ന് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ആക്രമണവും അതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ആശങ്ക യുദ്ധഭൂമിക്ക് പുറത്താണ്. നയതന്ത്ര ചർച്ചകൾക്ക് പകരം സൈനിക നീക്കങ്ങൾക്ക് മുൻതൂക്കം നേടുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ദീർഘകാല അസ്ഥിരതയിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹം ഉയർത്തുന്നത്. അമേരിക്കയെ നടപടിയെ പ്രതിരോധപരമെന്ന് വിശദീകരിക്കുമ്പോൾ അത് വെടിനിർത്തൽ ലംഘനമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. ഇരു രാജ്യങ്ങളുടെയും അവകാശവാദങ്ങൾക്കിടയിൽ വീണ്ടും അനിശ്ചിതത്വമാണ് ശക്തിപ്പെടുന്നത്. ചരിത്രം പലവട്ടം തെളിയിച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. പശ്ചിമേഷ്യയിൽ പൊട്ടുന്ന ഒരു മിസൈൽ പലപ്പോഴും ലോക സമ്പദ് വ്യവസ്ഥയിലേക്കാണ് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ സൈനിക നീക്കം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ മാത്രമല്ല, ആഗോള ഊർജ്ജ സുരക്ഷയുടെയും സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യത്തിന്റെയും അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങളുടെയും ഭാവിയെ ബാധിക്കുന്ന നിർണായക വഴിത്തിരിവായി മാറുകയാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് അടുത്ത ആക്രമണമല്ല, അടുത്ത നയതന്ത്ര നീക്കമാണ്. കാരണം യുദ്ധം ആരംഭിക്കാൻ ഒരു ഉത്തരവ് മതി, പക്ഷേ സമാധാനം തിരിച്ചുപിടിക്കാൻ പലപ്പോഴും വർഷങ്ങൾ വേണ്ടിവരും.